യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ നിയമം ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിലായി വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയായിട്ടുള്ള ഒരു വിഷയമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടക്കുമ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇതുവരെ അഭിപ്രായമൊന്നും പറയുന്നില്ല എന്ന് ചിലരെങ്കിലും ആരാഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഞാൻ എൻ്റേതായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചെറുതായി ഒന്ന് വിശദീകരിക്കാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ചെറുതായി വിശദീകരിച്ചാലും വീഡിയോ ഒരുപാട് നീണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ചിലപ്പോൾ 2 or 3 പാർട്ടുകളായി അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഈ വീഡിയോ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ആദ്യമായിട്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഞാൻ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി കേട്ടതിന് ശേഷം, അത് ഒന്നിലധികം പാർട്ടായിട്ടാണ് വരുന്നതെങ്കിൽ എല്ലാ പാർട്ടുകളും പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രം എൻ്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കുക. ആദ്യ ഭാഗം കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തരുത് എന്ന് അപേക്ഷിക്കുന്നു. കാരണം കുറേ അധികം കാര്യങ്ങൾ വളരെ സമഗ്രമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നതുകൊണ്ട്. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് ചർച്ചയാവാൻ കാരണം കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ ഗവൺമെൻറ് ഞങ്ങൾ ഇതാ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന ഒരു പ്രഖ്യാപനം നടത്തിയതാണ്. സംഘപരിവാർ അങ്ങനെ ഒരു പ്രഖ്യാപനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഭരണഘടന അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരും രാഷ്ട്രീയ ബോധമുള്ളവരും ആരും തന്നെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. മറിച്ച് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം എല്ലാ കാലവും നേരിട്ടിട്ടുള്ള ഒരു അപജയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൗർബല്യത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുക എന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു അഭ്യാസമാണ് ഇപ്പോഴത്തെ ഈ ഏക സിവിൽ കോഡ് പ്രഖ്യാപനം എന്നാണ് ഞാനും കരുതുന്നത്. ഇവർക്ക് രാഷ്ട്രീയമായി 2-3 ലക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വളർന്നു വന്നതും അധികാരം പിടിച്ചതും ആയിട്ടുള്ള ഒരു ചരിത്രത്തിൽ അവർ ഏറ്റവും വിജയകരമായി പ്രയോഗിച്ചിട്ടുള്ള ഒരു തന്ത്രം വർഗീയമായി സമൂഹത്തെ ധ്രുവീകരിക്കുക, അങ്ങനെ ഹിന്ദു സമൂഹത്തിലുള്ള വോട്ടുകൾ ശേഖരിക്കുക എന്ന ഒരു തന്ത്രത്തിലൂടെയാണ് അവർ ഇന്നുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എല്ലാ നേട്ടങ്ങളും കൈവരിച്ചിട്ടുള്ളത്. പള്ളി പൊളിച്ചിട്ടായാലും മുസ്ലിങ്ങൾക്ക് നേരായിട്ടുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ടായാലും മുസ്ലിം വിരോധം ആളിക്കത്തിച്ചുകൊണ്ടും മുസ്ലിങ്ങളെ പ്രകോപനം സൃഷ്ടിച്ച് തെരുവിൽ ഇറക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തിക്കൊണ്ടും ഒക്കെയാണ്, വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും ഒക്കെയാണ് BJP ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏകീകൃത സിവിൽ കോഡ് എന്ന വിഷയം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. അവരത് സെൻസിറ്റീവായിട്ട് എടുക്കാൻ കാരണം അതിൻ്റെ ഭരണഘടനാപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് തങ്ങളുടെ മതപരമായ താല്പര്യങ്ങൾക്ക് അതെതിരാണ് എന്ന ഒരു തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം യാഥാസ്ഥിതികർ എല്ലാ കാലവും സിവിൽ നിയമങ്ങൾ ഏകീകരിക്കുന്നതിന് എതിരെ ഒച്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനും അവരെ തെരുവിലിറക്കാനും അവരെക്കൊണ്ട് ബഹളം ഉണ്ടാക്കിക്കാനും അവർ ഹാലിളകി തുള്ളുമ്പോൾ അതിനനുസരിച്ച് ഹിന്ദു സമൂഹത്തിലെ വൈകാരികമായ ധ്രുവീകരണത്തിന് സാധ്യത ഒരുക്കാനും അങ്ങനെ അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ഒക്കെ പറ്റിയ ഒരു ടൂളാണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഈ ഇര സമൂഹത്തിലേക്ക് BJP ഇപ്പോൾ എറിഞ്ഞു തന്നിട്ടുള്ളത്. ഇതാണ് ഒരു ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സാധനം ഇപ്പോൾ പുറത്തേക്ക് വിടുന്നതിലൂടെ വേറെയും 1-2 ലക്ഷ്യങ്ങൾ ഇവർക്ക് ഇതിലൂടെ സാധ്യമാകും.
അതിലൊന്ന് ഭരണവിരുദ്ധമായിട്ടുള്ള രാജ്യത്തുടനീളം വളർന്നു വന്നിട്ടുള്ള ഒരു വികാരം. സ്വാഭാവികമായിട്ടും ആര് ഭരിക്കുമ്പോഴും ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാവും. ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ കൃഷിക്കാരുടെ പ്രതിസന്ധികൾ, അത് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയൊരു വിഷയമാണ്. ഗ്രാമങ്ങളിലുള്ള കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, അങ്ങനെ കൃഷിക്കാർ നേരിടുന്ന പ്രതിസന്ധി, വിലക്കയറ്റം കൊണ്ട്, പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിലക്കയറ്റം മറ്റെല്ലാ സാധന സാമഗ്രികളുടെയും വില കയറാൻ കാരണമാകുന്നത് കൊണ്ട് ഈ വിലക്കയറ്റം, അതുപോലെ സമൂഹത്തിലെ ജീവിത പ്രശ്നങ്ങൾ, അതുകൂടാതെ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കുന്ന വംശീയവും വർഗീയവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മണിപ്പൂരിലൊക്കെ നടക്കുന്നത് പോലുള്ള കലാപങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ജനങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു വികാരം ഭരണ കക്ഷികൾക്കെതിരായിട്ട് ഉയർന്നു വരാനുള്ള ഒരു സാധ്യത, ഒരു അപകടം മുന്നിൽ കാണും. അതിനെ മറികടക്കാൻ ജനങ്ങളെ വൈകാരികമായി ഇളക്കിവിട്ട് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ പുറത്തുവിടുന്നതോടുകൂടി അവരുടെ പഴയ തന്ത്രങ്ങളിലൂടെ വീണ്ടും വോട്ട് സ്വരൂപിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഒന്ന്, ധ്രുവീകരണത്തിലൂടെ വോട്ട് ശേഖരിക്കുക, അങ്ങനെ അധികാരത്തിലേക്ക് വീണ്ടും ഭൂരിപക്ഷം നേടി തിരിച്ചെത്തുക. രണ്ട്, ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. മൂന്നാമത്തേത്, രാഷ്ട്രീയ രംഗത്തെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികളെ പ്രതിസന്ധിയിലാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിലൂടെ BJP ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് കാരണം, ഇപ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷികൾ, മതേതരത്വവും ജനാധിപത്യവും പറയുന്ന കോൺഗ്രസ് പോലുള്ള പ്രധാന പ്രതിപക്ഷ കക്ഷികൾ, പിന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം പരിമിതമായി പ്രവർത്തിക്കുന്ന CPM പോലുള്ള പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തൊക്കെ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും അതിനുള്ളിൽ ആന്തരികമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും അതുവഴി പ്രതിപക്ഷത്തിൻ്റെ ഒരു ഊർജം, പ്രതിപക്ഷം ഐക്യത്തിന് ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രതിപക്ഷത്തുള്ള മതേതര പാർട്ടികൾക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഒരു മൊത്തത്തിലുള്ള ഊർജം ചോർത്തിക്കളയുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആണ് BJP ഇപ്പോൾ ഈ ഒരു മുദ്രാവാക്യം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അതല്ലാതെ നമ്മുടെ ഭരണഘടന ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളതിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടോ അത്തരത്തിലുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു മതേതര ജനാധിപത്യ ലക്ഷ്യങ്ങളോ ഒന്നും BJPക്ക് ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് കരുതാനാവില്ല. കാരണം മതപരമായ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും ഭരണഘടനയുടെ ധാർമ്മിക മൂല്യങ്ങളും നേരിട്ട് മുഖാമുഖം വൈരുദ്ധ്യമായി ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിൽ ഭരണഘടനയ്ക്കും അതിൻ്റെ ധാർമ്മികതയ്ക്കുമാണ് മേൽക്കൈ നേടേണ്ടത് എന്ന നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും കാഴ്ചപ്പാടല്ല BJP പോലുള്ള മതവർഗീയ കക്ഷികൾക്കുള്ളത്. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. കാരണം ഏക സിവിൽ കോഡിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയമെന്ന് പറയുന്നത് ലിംഗനീതി, അതുപോലെ സ്ത്രീകളുടെ തുല്യ പൗരാവകാശം തുടങ്ങിയ വിഷയങ്ങളാണ്. ഈ കാര്യത്തിൽ BJP എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ എങ്ങനെയാണ് അവർ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്തത് എന്നിടത്ത് തന്നെ അതിൻ്റെ കൃത്യമായ ഉദാഹരണം നമുക്കുണ്ട്. ഇതുപോലെ തന്നെ ഏത് വിഷയം വന്നു കഴിഞ്ഞാലും അവിടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്കും സാമുദായിക വികാരങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കുപരി സ്ഥാനം കൽപ്പിക്കുന്നവരാണ് BJP എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഹിന്ദുത്വ രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നതും അതാണ്. അവർക്ക് മതേതരത്വത്തോട് കൂറില്ല, ജനാധിപത്യത്തോട് ഒട്ടും തന്നെ കൂറില്ല. ഭരണഘടന അവർക്ക് ആവശ്യമുള്ളൊരു സാധനമേ അല്ല. ഇന്ത്യൻ ഭരണഘടനയെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കി പകരം അവിടെ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് സംഘപരിവാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് ഇന്ത്യൻ ഭരണഘടന എന്തിനു വേണ്ടിയാണോ ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഈ ഒരു നിർദ്ദേശവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് കരുതാൻ ന്യായമില്ല.
മറിച്ച് എക്കാലത്തും മുസ്ലിങ്ങളെ വൈകാരികമായി ഇളക്കിവിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും സമൂഹത്തിൽ ധ്രുവീകരണവും ഭിന്നിപ്പും കലാപവും സൃഷ്ടിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് അതിനു പറ്റിയ ആയുധങ്ങളെടുത്ത് പുറത്തേക്കിടുക എന്നതാണ് BJPയുടെ എല്ലാ കാലത്തെയും വിജയകരമായി അവർ പയറ്റി വന്നിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം. അത് പള്ളി പൊളിച്ചിട്ടായാലും ശരി, പശുവിൻ്റെ പേരിൽ ആളുകളെ കൊന്നിട്ടായാലും ശരി, അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നാലും ശരി, സമൂഹത്തിന് ഭിന്നിപ്പുണ്ടാക്കുകയും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയും ചെയ്യുക എന്നതാണ് BJPയുടെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ അജണ്ടയുടെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള വാദത്തെയും കാണേണ്ടതുള്ളൂ. ഇതാണ് ആമുഖമായിട്ട് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രാഷ്ട്രീയമായി നിയന്ത്രിക്കുന്നവരും മുസ്ലിം ന്യൂനപക്ഷ പ്രേമം പറഞ്ഞുകൊണ്ട് അവരുടെ പക്ഷം ചേരാൻ വേണ്ടി മത്സരിക്കുന്ന മറ്റു മതേതര പാർട്ടികളുമൊക്കെ തന്നെ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ BJP എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് കൃത്യമായി സാധ്യമാക്കി കൊടുക്കുന്നതിന് സഹായകമായ നിലപാടുകളാണ്. അവർ ചൂണ്ടയിൽ കോർത്ത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞിട്ടുള്ള ഈ ഇരയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ചാടിക്കൊത്തിക്കാനും അവരോടൊപ്പം തന്നെ ആ ഇരയിൽ കൊത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ BJP എന്താണോ ആഗ്രഹിക്കുന്നത് അത് നാട്ടിൽ സാധ്യമാക്കി കൊടുക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ CPM ഉൾപ്പെടെയുള്ള നമ്മൾ മതേതര പുരോഗമനം എന്നൊക്കെ കരുതുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളിലും നിലപാടുകളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഘപരിവാർ ഈ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ആ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തണമെങ്കിൽ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വർഗീയ ധ്രുവീകരണവും അതിലൂടെയുള്ള രാഷ്ട്രീയ മുതലെടുപ്പും അവർക്ക് സാധ്യമാവാതിരിക്കണമെങ്കിൽ അവരിട്ട ഇരയിൽ സമൂഹത്തിലെ ഈ മതന്യൂനപക്ഷങ്ങളോ മതേതര പാർട്ടികളോ അതിൽ കൊത്താതിരിക്കുകയും അത് രാജ്യത്തൊരു വലിയ ഇഷ്യൂ ആക്കി ഈ സമയത്ത് ഉയർത്തിക്കൊണ്ട് വരാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിപൂർവം ചെയ്യേണ്ട ഒരു പ്രതിരോധ പ്രവർത്തനം. അതേസമയത്ത് ഇവരുടെ കുതന്ത്രം ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും വേണം. ആ തന്ത്രത്തിൽ അവരുടെ കുതന്ത്രത്തിൽ പോയി കൊത്താതെ തന്നെ അവരുടെ കുതന്ത്രം എന്നതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയും വേണം. അതിന് ദീർഘവീക്ഷണവും വിവേകവുമുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് മറുപക്ഷത്ത് ഉണ്ടാവേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അത്തരത്തിലുള്ള വിവേകപരമായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നാടിൻ്റെ സമഗ്ര വികസനവും പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണം ഇല്ല എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെ വളരെ ഹ്രസ്വമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള വീക്ഷണങ്ങൾ മാത്രമാണ് പല കാര്യങ്ങളിലും ഉള്ളത്. തൽക്കാലത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാം എന്ന് ചിന്തിക്കുകയും ഒരു പതിറ്റാണ്ടിൻ്റെ പോലും ദൈർഘ്യമുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടോ നൂറ്റാണ്ടോ അല്ലെങ്കിൽ അടുത്ത തലമുറയോ അപ്പുറത്തേക്ക് ഈ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള നിലപാടുകളും നടപടികളും സ്വീകരിക്കുക എന്ന ഒരു ദീർഘവീക്ഷണമുള്ള നയങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇല്ല എന്നതാണ് സത്യം. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പണ്ടൊക്കെ പറയാറുള്ള ഒരു ഉദാഹരണത്തിലൂടെ അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒരു വീട്ടിൽ ചെറിയ കുട്ടികളുള്ള ഒരു വീട്ടിലേക്ക് അവരുടെ ഒരു ബന്ധു വിരുന്ന് വരുന്നു. 2 ദിവസം കുട്ടികളോട് താമസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു അമ്മായി വിരുന്ന് വരുന്നു. ആ അമ്മായി ഈ 2 ദിവസം കുട്ടികളുടെ കൂടെ താമസിക്കാൻ വേണ്ടി വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടാനിടയുള്ള ചോക്ലേറ്റോ ഐസ്ക്രീമോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളോ ഒക്കെ ആയിരിക്കും. ഇതൊക്കെ കൊടുത്ത് ആ കുട്ടികളെ ഒരു ഇഷ്ടം സമ്പാദിക്കുക, കുട്ടികളെ സന്തോഷിപ്പിക്കുക, കുട്ടികൾക്കും ഈ അമ്മായിക്കും കൂടെ ഒരുമിച്ച് 2 ദിവസം സന്തോഷമായിട്ട് കഴിയുക. ഇത്രയും ചെറിയ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമ്മായി വിരുന്ന് വരുന്നത്. എന്നാൽ ആ കുട്ടികളുടെ അച്ഛനമ്മമാർ, ആ കുട്ടികളുടെ രക്ഷിതാക്കളായ അച്ഛനമ്മമാർ ആ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഐസ്ക്രീമും ചോക്ലേറ്റും 365 ദിവസം വാങ്ങിക്കൊടുത്ത് വയറ് നിറക്കുക എന്നതായിരിക്കില്ല അവരുടെ നിലപാട്.
അതല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നതും ആയിരിക്കില്ല ഈ കുട്ടികളുടെ ഭാവിയും ആ കുട്ടികളുടെ ആരോഗ്യവും വളർച്ചയും ഒക്കെ ലക്ഷ്യമാക്കി കുഞ്ഞുങ്ങളെ വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾക്കുണ്ടാവുക. രക്ഷിതാക്കൾ എന്താണ് ചെയ്യുക? കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രതിരോധത്തിനും ആരോഗ്യത്തിനും ഏറ്റവും അനിവാര്യമായ എല്ലാ പോഷകാംശങ്ങളും ആവശ്യമായ അളവിൽ ഉൾക്കൊള്ളുന്ന സമീകൃതമായ പോഷകാഹാരം അവരെ കൊണ്ട് കൃത്യമായി തീറ്റിക്കാനുള്ള ശ്രമമാണ് രക്ഷിതാക്കൾ നടത്തുക. കാരണം ആ കുട്ടിയുടെ വളർച്ചയ്ക്കും പ്രതിരോധത്തിനും ആ കുട്ടിയുടെ ആരോഗ്യത്തിനും വേണ്ട ആഹാരം ആ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുക എന്നതാണ് ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരച്ഛനമ്മമാരുടെ പ്രധാനപ്പെട്ട കടമ. അതിനെക്കുറിച്ച് ബോധമുള്ള അച്ഛനമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് ആഹാരം തീറ്റിക്കുക. അതിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിൽ ഇതൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തന്ത്രങ്ങളായിരിക്കും അവർ പ്രയോഗിക്കുക. കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നതിന് പകരം കുട്ടികളുടെ മാനസിക വികാസത്തിനും കുട്ടികളുടെ ക്രിയാത്മകത വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികളുടെ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്കുമൊക്കെ പര്യാപ്തമായ ഓരോ പ്രായത്തിനനുസരിച്ചും ഇന്ന് കളിപ്പാട്ട മാർക്കറ്റിൽ ലഭ്യമാകുന്ന പഠനോപകരണങ്ങൾ പോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ആയിരിക്കും ഈ കുട്ടികളുടെ ഭാവിയിൽ താല്പര്യമുള്ള അച്ഛനമ്മമാർ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. അത് ഓരോ പ്രായത്തിനനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികളുടെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കഴിവുകളും മറ്റും വികസിപ്പിക്കാനും അവരുടെ മാത്തമാറ്റിക്കൽ സ്കില്ല് വികസിപ്പിക്കാനും അവരുടെ ശാസ്ത്രബോധം വികസിപ്പിക്കാനും ഒക്കെ പറ്റിയ കളിപ്പാട്ടങ്ങളാണ് കുട്ടികൾക്ക് നല്ല രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേറെ പലതായിരിക്കും. കുട്ടികൾക്ക് ചിലപ്പോൾ തോക്ക് കൊണ്ട് വെടിവെക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കളിപ്പാട്ടങ്ങളായിരിക്കും ഇഷ്ടം. അതൊക്കെയാണ് അമ്മായി വാങ്ങിക്കൊടുക്കുക. കാരണം അമ്മായിയുടെ ലക്ഷ്യം 2 ദിവസത്തിന് വിരുന്ന് വന്നതാണ്. ഈ 2 ദിവസം ഈ കുട്ടികളുടെ കൂടെ സന്തോഷമായിട്ട് കഴിയണം, കുട്ടികളുടെ ഇഷ്ടം കൈപ്പറ്റണം. അവിടെ അമ്മായിക്ക് ഈ 2 ദിവസത്തെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ രക്ഷിതാക്കൾക്ക് ആ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് പ്രശ്നം, ആ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് പ്രശ്നം. ഈ 2 വ്യത്യാസം, ഇത് ഞാനൊരു കുഞ്ഞുങ്ങളെ കാര്യത്തിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഈ ഒരു കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമ്മൾ സമൂഹത്തെയും ഒരു കുഞ്ഞായി കാണുകയും ഈ സമൂഹത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും സാമൂഹ്യ നേതൃത്വത്തെയും ഒക്കെ നമ്മൾ ആ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളായിട്ട് കാണുകയുമാണെങ്കിൽ ഇന്ന് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഈ വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഈ മേഖലയിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇന്ന് ഈ വിരുന്ന് വന്ന അമ്മായിയുടെ മനോഭാവത്തോടു കൂടിയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ വിരുന്നിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു ചെറിയ കാലഘട്ടമാണ്. അത് മാക്സിമം ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിലാണ് 5 കൊല്ലം, അതില്ലെങ്കിൽ അതിൽ കുറഞ്ഞ കാലഘട്ടം. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടരുടെ വോട്ട് എങ്ങനെ കൈക്കലാക്കാം, ആ സീറ്റ് എങ്ങനെ പിടിക്കാം, മറ്റേ സീറ്റ് എങ്ങനെ പിടിക്കാം, അങ്ങനെ ഭൂരിപക്ഷം എങ്ങനെ നേടാം, അതിനാവശ്യമായിട്ടുള്ള തന്ത്രങ്ങളും കാര്യങ്ങളുമാണ് രാഷ്ട്രീയക്കാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഒരു നല്ല രാഷ്ട്രീയ നേതാവിന്, ഒരു നല്ല സാമൂഹ്യ നേതാവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ശാസ്ത്രീയമായ ഗുണം എന്ന് പറയുന്നത് ആ നേതാവ് ഏറ്റവും ചുരുങ്ങിയത് അടുത്ത 1-2 തലമുറയെക്കുറിച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. അടുത്ത ഒരു 100 നൂറ്റാണ്ട് കാലത്തേക്കെങ്കിലും ഈ നാടിൻ്റെ ഭാവി എന്താവണം എന്നതിനെക്കുറിച്ച് ഒരു വിഷൻ ഉള്ള ആളായിരിക്കണം ഒരു നല്ല നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ തലമുറകളെ കണ്ടുകൊണ്ട്, നൂറ്റാണ്ടുകളെ കണ്ടുകൊണ്ട് ഒരു നാടിൻ്റെ സമഗ്രമായ വികസനം, ഒരു സമൂഹത്തിൻ്റെ സമഗ്രമായ പുരോഗതി, ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി കണ്ടറിഞ്ഞ് അത് ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ പുരോഗതി സാധ്യമാക്കുക എന്നതായിരിക്കണം ഒരു നല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാവിൻ്റെയും ഒക്കെ ലക്ഷ്യം. അവിടെ ചിലപ്പോൾ തൽക്കാലം വോട്ട് കിട്ടുന്നതിന് ഈ രീതി അത്ര പ്രയോജനകരമായിരിക്കില്ല. കാരണം ഇന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ അത്ര ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കില്ല. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ ആ മണ്ഡലത്തിൽ ഉള്ള ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഏത് ജാതിയിൽപ്പെട്ടവരാണ്, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെന്ന് നോക്കുക. അവർക്ക് എന്താണ് ആവശ്യം, അവരെ തൃപ്തിപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്, അത് മാത്രം ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് കിട്ടും, ജയിക്കാൻ പറ്റും.
ഇവിടെ ജയിക്കുക, അധികാരത്തിൽ ഏറുക എന്നതിലുപരി ഒരു നാടിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിയും വികസനവും, ഒരു സമൂഹത്തിൻ്റെ, നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ റോഡും പാലവും വ്യവസായശാലകളും കൃഷിയും മാത്രമല്ല, ആ സമൂഹത്തിൻ്റെ കൂടി പുരോഗതിയാണ്. ആ സമൂഹം എങ്ങോട്ടാണ് നയിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വിഷൻ ഉള്ളെങ്കിൽ ആ സമൂഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതി കൂടെ ഉൾപ്പെടുന്നതാണ് ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു വികസനത്തെക്കുറിച്ച് കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം രാഷ്ട്രീയക്കാർക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ജനാധിപത്യത്തിലെ രാഷ്ട്രീയം ഈ 5 കൊല്ലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ 5 കൊല്ലത്തിനപ്പുറത്തേക്ക് ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയവും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ സാധ്യമല്ല. തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരർത്ഥത്തിൽ ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ പ്രശ്നം ഒരു കൂട്ടർ അവർ ചില ദുഷ്ട ലക്ഷ്യങ്ങളോടുകൂടി ഇത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഇരയിൽ ജനങ്ങൾ കൊത്താതിരിക്കാനും അതിൽ നിന്ന് ജനങ്ങളെ കൃത്യമായിട്ട് ഈ കുതന്ത്രം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ കൂട്ടർ ചെയ്യുന്ന കാര്യങ്ങളെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാണോ അല്ലേ എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന വലിയ ഒരു കർത്തവ്യം നിർവഹിക്കുന്നതിന് പകരം ഇവരിട്ടുകൊടുത്ത ഈ ഇരയിൽ കൊത്തിക്കൊണ്ട് ഇവരെന്താണോ ചെയ്യുന്നത് അത് തന്നെ അതിൻ്റെ മറുവശത്ത് ചെയ്യുക എന്ന വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരിൽ നടക്കുന്ന കോപ്രായങ്ങളിൽ കാണുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നടന്ന CPMൻ്റെ നേതൃത്വത്തിൽ LDFൻ്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ അത്തരത്തിലുള്ള ഒന്നാണ് എന്ന് തന്നെയാണ്. ഞാൻ ഈ സെമിനാറിൻ്റെയൊക്കെ ചിത്രങ്ങളും മറ്റും കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുപോലെ മുമ്പും ഞാൻ കണ്ട ഒരു അശ്ലീല ചിത്രമാണ് ഓർമ്മ വന്നത്. ഇതിനെയും ഞാൻ ഒരു അശ്ലീലമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അശ്ലീലമാണ് ഈ പുരോഹിതന്മാരുടെ അടുത്ത് പോയിട്ട് ഈ പുരോഹിതന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അശ്ലീല കാഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു അശ്ലീലം ഞാൻ മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അല്ലെ CPMൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന ഒരു മത നേതാവ്, സാധാരണ മതനേതാവല്ല, കേരളത്തിലെ യുവ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വർഗീയതയുടെ വിഷം, മതഭീകരവാദത്തിൻ്റെ വിഷം കുത്തിവെക്കുന്നതിൽ മുഖ്യ പങ്കാളിയായിട്ടുള്ള ഒരു മതനേതാവായിരുന്നു അബ്ദുൽ നാസർ മദനി. അദ്ദേഹം ചില കേസുകളിൽ ഉൾപ്പെട്ട് കോയമ്പത്തൂർ ജയിലിൽ കിടക്കുകയും പിന്നീട് അവിടെ നിന്ന് വിമുക്തി നേടിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ അവസരമായിരുന്നു. ആ സന്ദർഭത്തിൽ കേരളം ഭരിച്ചിരുന്നവരാണ് എന്നാണ് എൻ്റെ ഓർമ്മ, മന്ത്രിമാരടക്കം, മന്ത്രിസഭ ഒന്നടങ്കം ചേർന്നുകൊണ്ട് പണ്ട് നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി വന്ന സമയത്ത് കൽക്കത്തയിൽ ഒരു വലിയ സ്വീകരണം കൊടുത്തു. അതേപോലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു സ്വീകരണം നൽകുകയുണ്ടായി അന്ന് ജ്യോതിബാസുവൊക്കെ ഉള്ള സമയത്ത്. അതേപോലെ മന്ത്രിസഭ ഒന്നടങ്കം പോയിട്ട് ഈ ഒരു ഭീകരപ്രവർത്തനത്തിന് ജയിലിൽ പോയ ആൾ തിരിച്ചു വരുമ്പോൾ അയാൾക്ക് സ്വീകരണം കൊടുക്കുന്ന ഒരു അശ്ലീല കാഴ്ച ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു മനുഷ്യനെ, ഈ ഒരു മതനേതാവിനെയും അയാളുടെ രാഷ്ട്രീയ പാർട്ടിയെയും ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട്, അതേപോലെ മുസ്ലിം സമുദായത്തിലുള്ള ഏറ്റവും യാഥാസ്ഥിതികരായിട്ടുള്ള മതപുരോഹിതന്മാരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിക്കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ആ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിലൊക്കെ ദയനീയമായി തോൽക്കുകയും ചെയ്ത ഒരനുഭവം, അതും ഒരു അശ്ലീല കാഴ്ചയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അതേപോലെയുള്ള ഒരു അശ്ലീല കാഴ്ചയാണ് കോഴിക്കോട്ടെ സെമിനാറിൻ്റെ ചിത്രമായിട്ട് ഞാനിവിടെ കണ്ടത്. BJP ഏകീകൃത സിവിൽ കോഡ് എന്ന മുദ്രാവാക്യത്തിലൂടെ ഇന്ന് ഉദ്ദേശിക്കുന്ന ദുഷ്ടലാക്ക്, അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് സാമാന്യ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം CPMനും കോൺഗ്രസിനും മറ്റെല്ലാ പാർട്ടികൾക്കും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി സെമിനാറുകൾ നടത്തുന്നതിലും കുഴപ്പമുണ്ട് എന്ന അഭിപ്രായമില്ല. അതിനുവേണ്ടി തെരുവിലിറങ്ങുന്നതിനോടും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് ഈ BJP സഹായകരമാകുന്ന രീതിയിൽ ആകരുത് എന്നും അവരുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന് അവരുപയോഗിക്കുന്ന അതേ തന്ത്രത്തിൻ്റെ അതേ മറുതന്ത്രം ഉപയോഗിച്ചുകൊണ്ടാവരുത് എന്നുമാണ് എൻ്റെ അഭിപ്രായം.
മതങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടോ സമുദായ നേതാക്കളെ പ്രീണിപ്പിച്ചുകൊണ്ടോ മതനേതാക്കൾക്കൊപ്പം കൂടിച്ചേർന്നുകൊണ്ടോ അല്ല ഇത്തരത്തിലുള്ള വിധ്വംസക രാഷ്ട്രീയത്തെ ചെറുക്കേണ്ടത്. മറിച്ച് ജനാധിപത്യം, മതേതരത്വം, ഭരണഘടന, അതിൻ്റെ മൂല്യങ്ങൾ ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം അണിനിരന്നുകൊണ്ട് അതിൽ മതന്യൂനപക്ഷങ്ങളെ കൂടി ബോധവൽക്കരിച്ച് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ആയിരിക്കണം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇവിടെ സെമിനാർ സംഘടിപ്പിച്ചവർ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ബാലിശമായിട്ടുള്ള, വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് അതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം കോഴിക്കോട്ട് നടന്ന സെമിനാറിൽ ആ സ്റ്റേജിൽ അണിനിരന്ന് ഇരിക്കുന്നവരുടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വഷള് പറഞ്ഞു നടക്കുന്ന, തലീക്കെട്ട് കെട്ടിയ മതപുരോഹിതന്മാർ, വിവിധ സംഘടനകളുടെ പ്രതിനിധികളായിട്ട് വന്ന മതപുരോഹിതന്മാരെല്ലാം ആ സ്റ്റേജിൽ നിരന്ന് ഇരിക്കുന്നു. ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന വിഷയം പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിം സ്ത്രീകളെ പോലുള്ള സ്ത്രീകളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളായി വരുന്ന കക്ഷികൾ. ഏകീകൃത സിവിൽ കോഡ് വരുന്നതിൻ്റെ ഗുണഭോക്താക്കളാവാൻ സാധ്യതയുള്ളവരും സിവിൽ നിയമങ്ങൾ, മതവ്യക്തി നിയമങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരുമായ മതവ്യക്തി നിയമങ്ങളുടെ ഇരകളായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ. ആ മുസ്ലിം സ്ത്രീകളിൽ ഒരു പ്രതിനിധിയെപ്പോലും ആ സ്റ്റേജിൽ കയറാനോ അവരുടെ അഭിപ്രായങ്ങൾ അവിടെ പ്രകാശിപ്പിക്കാനോ യാതൊരു അവസരവും നൽകാതെ ഈ പുരുഷന്മാരായിട്ടുള്ള മതപുരോഹിതന്മാരെ മാത്രം കയറ്റിയിരുത്തി എന്നതാണ് അതിലൊരു അശ്ലീലം. അങ്ങനെ അവരെല്ലാവരും സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുള്ള, കോഴിക്കോട്ട് നിന്നും ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച് MLA ആയി നിയമസഭയിലെത്തിയിട്ടുള്ള, കേരള നിയമസഭയിലുള്ള ഏക മുസ്ലിം വനിത എന്ന് പറയാവുന്ന ഒരു സ്ത്രീ ഈ സെമിനാർ നടക്കുമ്പോൾ ആ സ്റ്റേജിൻ്റെ മുമ്പിൽ സദസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാനത്തിൽ ജമീല എന്ന് പറയുന്ന MLA ആയിട്ടുള്ള സ്ത്രീ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് ജയിച്ച MLA ആണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. മുസ്ലിം സ്ത്രീയാണ്. മുസ്ലിം സ്ത്രീകളെ രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കാൻ നിയമസഭയിൽ പോലും അംഗമായിട്ടുള്ള ആ സ്ത്രീ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് പോലും ആ സ്റ്റേജിൽ ഇരിക്കാൻ ഒരു കസേര നൽകാതെ, അവർക്ക് പോലും ആ സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിക്കാൻ അവസരം നൽകാതെ, ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കിടയിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പല പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ രൂപപ്പെട്ടു വരുന്ന ഒരു സമയത്ത് ആ പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ ചെയർപേഴ്സണായിട്ടുള്ള, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സാഹിത്യകാരിയും ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ ഖദീജ മുംതാസ് ഈ ഒരു സെമിനാറിൻ്റെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ സംഘാടകർ ഇതിൻ്റെ പ്രോഗ്രാം നിശ്ചയിക്കുന്ന മീറ്റിങ്ങിൽ ഖദീജ മുംതാസ് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഖദീജ മുംതാസ് ഈ വിഷയത്തിൽ ഞാൻ വ്യക്തി നിയമങ്ങളുടെ കാര്യം കൂടെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കും, എൻ്റെ പേര് ഞാനിപ്പോൾ ചെയർപേഴ്സണായിട്ടുള്ള മുസ്ലിം വനിതകളുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് എൻ്റെ പേര് നോട്ടീസിൽ വെക്കുകയും വേണം എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സാധ്യമല്ല, ഇവിടെ വ്യക്തി നിയമത്തെക്കുറിച്ച് പറയാനേ പാടില്ല എന്ന് ശാഠ്യം പിടിച്ചതുകൊണ്ട് അതിൻ്റെ സംഘാടക സമിതിയിൽ നിന്ന് ഡോക്ടർ ഖദീജ മുംതാസ് ഇറങ്ങിപ്പോന്നു എന്നതാണ് നമ്മൾ അറിയുന്നത്. ഈ ഡോക്ടർ ഖദീജ മുംതാസ് നേതൃത്വം നൽകുന്ന സംഘടന ഉൾപ്പെടെ ഇന്ന് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ തുല്യ പൗരാവകാശത്തിന് വേണ്ടി പോരാടുന്ന നിരവധി സംഘടനകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ സംഘടനകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ സംഘടനകൾ ഇതിനകം ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട്, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ആ നോട്ടീസിന് മറുപടി നൽകുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം കൂടി അതിനകത്ത് പരിഗണിക്കണമെന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകളുടെ സംഘടനകൾ, മുസ്ലിം സ്ത്രീകളുടെ സംഘടനകൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയത്.
മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല, അനുവാദം കിട്ടിയിട്ടില്ല. പകരം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പേഴ്സണൽ സെക്രട്ടറി അവരോട് പറഞ്ഞു ഇതൊക്കെ മുസ്ലിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന്. മുസ്ലിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന്, ഇതും ഞങ്ങൾ മുസ്ലിം സ്ത്രീകളാണ്, മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നമാണിത്, ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടും അതിന് ഗൗരവതരമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കാൻ പോലും തയ്യാറായില്ല. ഇന്നും ആ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന നോട്ടീസിന് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിട്ടില്ല, അതവിടെ കിടക്കുകയാണ്. കാരണം അതിനു മുമ്പേ സംസ്ഥാന സർക്കാർ മുസ്ലിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഈ തലീക്കെട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി. തലീക്കെട്ട് കെട്ടിയ മുസ്ലിം പുരോഹിതന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്ത് അഭിപ്രായം രൂപീകരിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ മുസ്ലിം സ്ത്രീകൾ പോയിട്ട് സ്ത്രീകളുടെ തുല്യാവകാശത്തിന് വേണ്ടിയുള്ള പ്രശ്നം കൂടി അവിടെ ഉന്നയിച്ചത്. അപ്പോൾ അത് പറയാൻ പറ്റില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് പോകും എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ മുസ്ലിം സ്ത്രീകളുടെ വോട്ട് പോവുകയാണോ കൂടുതൽ വോട്ട് കിട്ടുകയാണോ ചെയ്യുക എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണാൻ പോവുകയാണ്. കാരണം ഇവരൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത വലിയ മാറ്റങ്ങൾ ഈ സമുദായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിവേഗത്തിൽ ഈ ചരിത്രത്തിൽ ഒരു സമുദായത്തിലും നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള അതിവേഗത്തിലുള്ള മാറ്റങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ പുതിയ തലമുറ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴും ഈ 40 കൊല്ലം മുമ്പ് 80കളിൽ ഈ ശരീഅത്തിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം അല്ല മുസ്ലിം സമുദായത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് മുസ്ലിം സമുദായത്തിൽ എന്താണോ പാർട്ടി ചെയ്തത് ആ നിലപാടെങ്കിലും എടുക്കാൻ ഈ സമയത്ത് പാർട്ടിക്ക് ധൈര്യം വരാത്തത് ഇവർക്ക് മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നതുകൊണ്ടാണ്. മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളുടെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാനൊക്കെ അതിൻ്റെ ഒരു അടിയൊഴുക്കുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ ഒരു പൊതു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മുസ്ലിം പൗരോഹിത്യത്തിൻ്റെ കാൽ കീഴിൽ നിന്നും മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളടക്കമുള്ള മുസ്ലിം യുവാക്കൾ അതിവേഗത്തിൽ വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന, പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് അതിന് ഊർജം പകരാനും ആ ഒരു മാറ്റത്തെ ത്വരിതപ്പെടുത്താനും അതുവഴി ഈ സമൂഹത്തിലെ ഒരു ഉൽപ്പതിഷ്ണു വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കാനും ബാധ്യതപ്പെട്ട പ്രസ്ഥാനങ്ങൾ അവരെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ തനി യാഥാസ്ഥിതികരായ പൗരോഹിത്യത്തിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ അശ്ലീല സെമിനാർ നടത്തുമ്പോൾ ഇതിനെ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനോ മൗനം പാലിക്കാനോ കഴിയില്ല. ഇതിനെ നമുക്ക് വിമർശിച്ചേ പറ്റൂ. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ മതപണ്ഡിതന്മാരുടെ, മത നേതാക്കന്മാരുടെ, മതരാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ കുടുംബങ്ങൾക്കകത്ത് അവരുടെയൊക്കെ വീടുകളിൽ അവരുടെ സ്വന്തം മക്കളും പേരമക്കളും മരുമക്കളുമായി വന്നിട്ടുള്ള പെൺകുട്ടികളടക്കമുള്ള ആളുകൾ ഇന്ന് പ്രത്യക്ഷമായി മതത്തിനെതിരായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ സാഹചര്യം. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ മതപൗരോഹിത്യം ഇന്നിങ്ങനെ അങ്കലാപ്പിലായി അന്തം വിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് മുസ്ലിം സമൂഹത്തിലുള്ളത്. എനിക്ക് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ആ സ്കൂളിലെ ലൈബ്രറിയുടെ ചുമതലക്കാരനുമായ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതുമായി ബന്ധമുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ലൈബ്രറി കൈകാര്യം ചെയ്യുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ലൈബ്രറിയിൽ അദ്ദേഹത്തിനുള്ളത്. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തിക്കിത്തിരക്കുന്നത് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളാണ്. മുസ്ലിം പെൺകുട്ടികൾ വന്ന് വാങ്ങുന്ന പുസ്തകങ്ങൾ മനോരമയും മംഗളവുമല്ല. അവർ ചോദിക്കുന്ന പുസ്തകങ്ങളുടെ പേര് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. കാരണം ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹിത്യരംഗത്തും ചരിത്രരംഗത്തും ഒക്കെ പുസ്തകരംഗത്ത് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ഈ പെൺകുട്ടികൾ വന്നിട്ട് ലൈബ്രറിയിൽ വന്നിട്ട് അന്വേഷിക്കുന്നത്. യുവാൽ ഹരാറിയുടെ പുസ്തകമുണ്ടോ എന്നൊക്കെയാണ് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ലൈബ്രറിയിൽ വന്നിട്ട് മാഷോട് ചോദിക്കുന്നത് എന്ന്. ഇത് ചെറിയ മാറ്റമല്ല. ഇന്ന് ഈ മാറ്റം നമുക്ക് എവിടെയും നോക്കിയാൽ കാണാം. ഞാനൊക്കെ മലപ്പുറം ജില്ലയിൽ ഒരു അധ്യാപകനായി സർവീസിൽ വരുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ പോയാൽ അവിടെയൊന്നും ഈ തട്ടവും മക്കനയിട്ട ഒരൊറ്റ മുസ്ലിം പെൺകുട്ടിയെ ടീച്ചർമാരായിട്ട് കണ്ടിരുന്നില്ല. വളരെ അപൂർവം മാത്രമായിരുന്നു അന്ന് മുസ്ലിം പെൺകുട്ടികളുടെ സാന്നിധ്യം സ്റ്റാഫ് റൂമുകളിൽ
സ്കൂളുകളിൽ അധ്യാപകരുടെ മേഖലയിൽ അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ എവിടെ പോയാലും അങ്ങനെയുള്ള ആരെയും കാണുമായിരുന്നില്ല. ഇന്നെന്താ സ്ഥിതി? ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ ഏതൊരു സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ ചെന്നാലും ഈ തട്ടവും മക്കനെയും മുസ്ലിം പെണ്ണുങ്ങളാണ് ഭൂരിഭാഗം ടീച്ചർമാരായിട്ട് ജോലി ചെയ്യുന്നത്. സർക്കാർ ഓഫീസുകളിൽ പോയാലും ഈ വിഭാഗത്തെ വലിയ ഒരളവിൽ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു കുറഞ്ഞ കാലം കൊണ്ട് ഒരു 10, 20, 30 വർഷം കൊണ്ട് ഈ കേരളത്തിൽ, മലപ്പുറത്തും മലബാറിലും കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഈ മതയാഥാസ്ഥിതികത്വത്തിനൊക്കെ എതിരായിട്ട്, ഈ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരായിട്ട് വലിയ തോതിലാണ് ഈ പെൺകുട്ടികളടക്കം മതം വിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾ, പുതിയ തലമുറ, അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം ഈ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ അശ്ലീല കാഴ്ച കാണുന്നത്. ഇവരൊക്കെ ഈ മതം വിട്ടും യാഥാസ്ഥിതികത്വം വിട്ടും പുറത്തേക്ക് വരുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവർക്ക് ശരിയായ ഒരു രാഷ്ട്രീയ ദിശാബോധം നൽകാനും ഇവിടെ ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനം ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുര്യോഗം. അതിന് ത്വരിതപ്പെടുത്തുന്ന ആ ഒരു പ്രവണതയെ ത്വരിതപ്പെടുത്തുന്നതും അങ്ങനെ പുറത്തു വരുന്ന ആളുകളെ മതേതര ചേരികളിൽ നിർത്താൻ വേണ്ടി പെടാപ്പാട് വീടുന്ന നമ്മളെപ്പോലെയുള്ള ആളുകളെ നിരാശപ്പെടുത്തുന്നതുമായിട്ടുള്ള സമീപനമാണ് ഇന്ന് CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്നും സ്വീകരിക്കാനോ അക്കോമഡേറ്റ് ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയൊരു മാറ്റം നടക്കുന്ന സമയത്ത് ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു ഉൽപ്പതിഷ്ണു പക്ഷത്ത് നിലകൊള്ളാനോ അങ്ങനെ നിലകൊള്ളുന്ന ആളുകളെ പിന്തുണയ്ക്കാനോ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. അങ്ങനെ പിന്തുണയ്ക്കുന്നവരോട് ഖദീജ മുംതാസിനോടൊക്കെ എടുത്തതുപോലുള്ള സമീപനം എടുത്തുകൊണ്ട് അവരെ അടിച്ചമർത്തുകയും അവരെ നിരാശപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയുമാണ് ഇപ്പോൾ പുരോഗമനം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത്. ഇവിടെ BJP എന്ന ഒരു ഉമ്മാക്കി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഇത്തരം യാഥാസ്ഥിതികത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഈ ന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ ഈ കെണിയിൽ വീഴാൻ പോവണ്ട, ഇത് ഇവരുടെ തന്ത്രമാണ്, അതുകൊണ്ട് മൗനം പാലിക്കുന്നതാണ് നല്ലത്, ഇവർ ഈ സിവിൽ കോഡൊന്നും ഇപ്പോൾ അവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഹാലിളകി തുള്ളിയാലാണ് അവരത് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ രാഷ്ട്രീയം മാത്രം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ഭരണഘടനാപരമായിട്ട് ഏക സിവിൽ കോഡിൻ്റെ ആവശ്യകത എന്താണെന്നും ഇനി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ഈ വ്യക്തി നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ച് ഈ കാലത്ത് പരിഷ്കരിക്കേണ്ടത് എന്ന കാര്യം ചർച്ചയാക്കുകയാണ് ഈ സമയത്ത് വേണ്ടത്. അതിൽ ഞങ്ങളും പിന്നിലല്ല എന്ന് കാണിക്കേണ്ട ആളുകളാണ്. ഞങ്ങൾക്കിപ്പോൾ അതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ഇവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തലീകെട്ടുകാരെ, ഈ വഷൾ പറയുന്ന മൂല്യന്മാരുടെ കൂടെ കൂടുന്നത്. ഇതെന്ത് രാഷ്ട്രീയമാണ്? ഇവിടെ ഞാൻ പറഞ്ഞ ദീർഘവീക്ഷണമില്ലാത്ത താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയോടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണിത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഫലം വിപരീതമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുസ്ലിം സമൂഹത്തിൽ നിന്ന് പോലും ഇത്തരം പ്രസ്ഥാനങ്ങളോടൊക്കെ ആഭിമുഖ്യമുണ്ടായിരുന്ന ആളുകളെ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പകരം ഈ യാഥാസ്ഥികരുടെ വോട്ടിട്ട് കിട്ടാനും പോകുന്നില്ല. നേരെ മറിച്ച് ഈ വോട്ട് ബാങ്കിൽ, ഇടതുപക്ഷത്തിൻ്റെയൊക്കെ സ്ഥിരം വോട്ട് ബാങ്കിൽ നിന്ന് വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടാകുന്നതിനും അതിലൂടെ അതിൽ നിന്ന് BJP പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമുള്ള അവസരമാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാവാനാണ് സാധ്യത ഇത്തരം സമീപനങ്ങൾ. നേരെ മറിച്ച് ഒരു നിലപാടിൽ നിന്നുകൊണ്ട് മുമ്പ് ഈ കാര്യത്തിൽ എന്ത് നിലപാടാണോ എടുത്തിരുന്നത് 80കളിൽ എടുത്തിരുന്ന ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഭരണഘടനാനുസൃതമായി സ്ത്രീകളുടെ തുല്യ പൗരാവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ BJPയുടെ രാഷ്ട്രീയ തന്ത്രം തുറന്നു കാണിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ അതൊരു രാഷ്ട്രീയ നിലപാടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണം കിട്ടുമായിരുന്നു. മുസ്ലിം സമൂഹത്തിൽ നിന്ന് വലിയൊരു പിന്തുണ ലഭിക്കുമായിരുന്നു. മുസ്ലിം സ്ത്രീകളുടെയും വലിയൊരു അളവിൽ പിന്തുണ ലഭിക്കുമായിരുന്നു. പക്ഷേ ഇത് സംഘപരിവാറിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു ചീഞ്ഞ രാഷ്ട്രീയമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തില്ല. ഇത്രയും പറയുന്നതിന് വ്യക്തിപരവും വൈകാരികവുമായിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടെയുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് വേണം ഈ ഒരു വിഷയം അവസാനിപ്പിക്കാൻ.